നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രത്തിന് ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലും ശേഷം 15 നാഴിക വരുന്നത് കർക്കിടകക്കൂറിലുമാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു അനുകൂലമായിരിക്കുന്ന ഗുണമുള്ള സമയമെന്ന് പറയാൻ കഴിയില്ല. കാരണം 12ലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ ലഗ്നത്തിൽ ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ലാഭാധിപതിയാണെങ്കിലും ശത്രുസ്ഥാനാധിപത്യം കൂടിയുണ്ട്. വക്രഗതിയിൽ നിൽക്കുന്നത് കാരണം പൂർണ്ണ ബലവാനാണ്. അതുകൊണ്ട് വലിയ ദോഷങ്ങൾ ചെയ്യില്ലെങ്കിൽ പോലും ലഗ്നേകുജ ക്ഷതധനു എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് അത് കുറച്ച് ദോഷത്തെ ചെയ്യുന്നത് തന്നെയാണ്. കാരണം ശരീരത്തിന് ചതവ് സംഭവിക്കാം, കേസ് പോലെയുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ ഇടവരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 12 നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തെ കുറയ്ക്കുന്നത് കാരണം കൊണ്ട് അതും അത്ര ഒരു ഗുണപ്രദമല്ല. തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും കർമാധിപതി നിൽക്കുന്നത് 12ലാണ്. കർമ്മസ്ഥാനത്ത് മാളവയോഗം ചെയ്ത് രാഹുവിനോട് ചേർന്ന് ശുക്രൻ നിൽക്കുന്നുണ്ട്. അതൊരു അനുകൂല ഗുണമാണ്. കാരണം പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ഉള്ളത് കാരണം എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവൃത്തിയെടുക്കുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യം 4 പേർ അറിയപ്പെടുന്ന രീതിയിലും കീർത്തി കേൾക്കാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാനും യോഗമാണ്. അതുപോലെ തന്നെ അധ്യാപനം, ബാങ്കിങ് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിലൊക്കെ തൊഴിലെടുക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാലും ഈ ദൈവാധീനക്കുറവിനുള്ള പരിഹാരം വരുത്തണം. അപ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യതയുള്ളത്. തൊഴിലൊരു മാറ്റം ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി എടുക്കുന്ന സ്ഥലത്ത് തന്നെ ഉള്ള മാറ്റങ്ങൾ, തൊഴിലെടുക്കുന്നവരുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടിട്ടൊരു ചേഞ്ച് വരാനുള്ള സാധ്യത, അതല്ലെങ്കിൽ തൊഴിൽ എടുക്കുന്ന സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് മാറാനുള്ള യോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് 12ാം വ്യാഴം എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. മാത്രമല്ല 4 കേതുവാണ്. അപ്പം 4ാം ഭാവത്തിൽ പാപയോഗം വരുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം കൊണ്ട് അത് കേതു കൂടി ആയത് കാരണം കൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, പൊതുവെ വീട് വിട്ട് നിന്നിട്ട് അന്യദേശത്തൊക്കെ പോയിട്ടൊക്കെ തൊഴിലെടുക്കാനുള്ള യോഗം ഉണ്ടാകുക, വിപരീത സ്വഭാവമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ, ക്ഷീണവും തളർച്ചയും, സന്തോഷിച്ചിരിക്കുന്ന ആൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുകയൊക്കെ ചെയ്യും. എന്തൊക്കെയാണെങ്കിലും ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. ലഗ്നാധിപതി ഭാഗ്യസ്ഥാനത്താണ്. അപ്പം ഭാഗ്യം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. എങ്കിൽ പോലും അലസപ്രേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ്. അപ്പോൾ ശനിയുടെ ശത്രുവായിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്തിട്ടാണ് ബുധൻ ഗുണായോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം, മൊത്തത്തിലൊരു ഭവന സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ദോഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. തലവേദന, ദേഷ്യം, എടുത്തിയാട്ടം, വീട് വിട്ട് നിൽക്കാനിടവരിക, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം, കാലിൻ്റെ മുട്ടിന് വേദന, ഇങ്ങനെയൊക്കെയുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാടുകൾ ചെയ്യുക. എന്നാൽ ഈ മാസത്തിൽ വളരെ വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.